പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസിനെ നല്ലൊരു വെജിറ്റബിൾ സ്റ്റ്യൂ ആക്കുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ? സ്റ്റ്യൂ ഉണ്ടാക്കുന്നത് കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ. സ്റ്റ്യൂവിനായി ഞാൻ പൊട്ടാറ്റോ, ക്യാരറ്റ്, സവാള, പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് കോളിഫ്ലവറും ഗ്രീൻ പീസും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാം. കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു മീഡിയം സൈസ് സ്ക്വയർ പീസസായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇടുന്നു. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർക്കുന്നു. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കുക്കറിൽ 3 വിസിൽ വരുന്നതുവരെ ഇത് വേവിക്കുന്നു. പാകത്തിന് വെന്ത കഷ്ണങ്ങളിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുന്നു. കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ സൗകര്യാർത്ഥം ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങ പിഴിഞ്ഞ പാലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കടുക് വറക്കലാണ് ഇനി ബാക്കി. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുന്നു. അത് പൊട്ടിയ ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് മൂപ്പിക്കുന്നു. ഇനി 1 തണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റ്യൂ കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നു. കുറച്ച് സമയം തിളയ്ക്കുമ്പോൾ തന്നെ സ്റ്റ്യൂ പാകത്തിന് കുറുകിയിട്ടുണ്ട്. തീ ഓഫാക്കി അടുപ്പിൽ നിന്ന് വാങ്ങാം. ചപ്പാത്തി, ദോശ, അപ്പം, ഇടിയപ്പം ഇതിനോടൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ഒന്നാം തരം സ്റ്റ്യൂ ആണിത്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കോളിഫ്ലവർ, ഗ്രീൻ പീസ്, ബീൻസ് ഇതൊക്കെ ചേർത്താൽ ഇതിൻ്റെ രുചി ഒന്നുകൂടെ കൂടും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.